അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് എന്ത് കരാർ ഒപ്പിട്ടാലും ഇസ്രയേലിന്റെ സുരക്ഷ വേറെ തന്നെയാണ്. പശ്ചിമേഷ്യയിൽ 107 ദിവസം പിന്നിട്ട യുദ്ധം അവസാനിച്ചെന്ന് അമേരിക്കയും ഇറാനും ഒരേ സ്വരത്തിൽ പ്രഖ്യാപിക്കുമ്പോൾ ആ കടലാസ് കരാറുകളെ വലിച്ചെറിഞ്ഞ ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പൊട്ടിത്തെറിച്ചിരിക്കുകയാണ്. ഞങ്ങൾ ഇനി ഒറ്റയ്ക്ക് നീങ്ങുമെന്ന ഇസ്രയേലിന്റെ ശക്തമായ പ്രഖ്യാപനമാണ് ഇപ്പോൾ ലോകം മുഴുവൻ കേൾക്കുന്നത്. ഫ്രാൻസിലെ ഏവിയാനിൽ G7 ഉച്ചകോടിക്ക് മുൻപായിട്ടാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോണും ചേർന്ന് സമാധാന പ്രഖ്യാപനം നടത്തിയത്. അമേരിക്കയ്ക്ക് വേണ്ടി ട്രംപും ഉപരാഷ്ട്രപതി JD വാൻസും ഇറാനു വേണ്ടി സ്പീക്കർ മുഹമ്മദ് ബഗർ ഗാലിബാഫും വെർച്വലായി ഒപ്പിട്ട ഈ കരാറിന് ഇറാൻ ദേശീയ സുരക്ഷാ സമിതിയുടെ 90% പിന്തുണയുമുണ്ട്. ഉപരോധങ്ങൾ നീക്കി ഹോർമൂസ് കടലിടുക്കിലൂടെ ഇറാൻ എണ്ണ കപ്പലുകൾ നീങ്ങിത്തുടങ്ങുകയും ചെയ്തു. ഇറാൻ തകൃതിയായി കപ്പലുകളിൽ നിന്ന് സർവീസ് ഫീസ് എന്ന പേരിൽ ഹഫ്ത പിരിവും തുടങ്ങിയിട്ടുണ്ട്. എന്നാൽ ട്രംപ് അമേരിക്കയുടെ പ്രസിഡന്റാണ്, ഞാൻ ഇസ്രായേലിന്റെ പ്രധാനമന്ത്രിയും എന്ന് മുഖത്തടിച്ചതുപോലെ മറുപടി നൽകിയ നെതന്യാഹു ഗാസയിൽ നിന്നും ലബനിൽ നിന്നും സിറിയയിൽ നിന്നും തങ്ങളുടെ സൈന്യത്തെ പിൻവലിക്കില്ല എന്ന അസന്നിഗ്ധമായി തന്നെ വ്യക്തമാക്കിയിരിക്കുകയാണ്. രാജ്യത്തിന്റെ സുരക്ഷ ഉറപ്പാക്കാൻ എത്ര നാൾ ആവശ്യമാണോ അത്രയും കാലം സുരക്ഷാ മേഖലകളിൽ ഇസ്രായേൽ തുടരുമെന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു കഴിഞ്ഞു. എന്തുകൊണ്ടാണ് ഇസ്രായേൽ ഈ സമാധാന കരാറിനെ പുച്ഛിച്ച് തള്ളുന്നത്? യുദ്ധം തുടങ്ങുന്നതിന് മുൻപ് അമേരിക്കൻ ഭരണകൂടം ലോകത്തിന് മുന്നിൽ അവകാശപ്പെട്ടതുപോലെ ഇറാനിൽ യാതൊരു ഭരണമാറ്റവും നടന്നിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. അവിടെ ഇപ്പോൾ ഭരണം നടത്തുന്നത് മുൻപത്തെക്കാൾ തീവ്ര സ്വഭാവമുള്ള IRGC ആണ് എന്നതാണ് ഈ യുദ്ധം കൊണ്ടുണ്ടായിട്ടുള്ള ഏക മാറ്റം. സാമ്പത്തികമായി തകർന്നടിഞ്ഞ ഇറാന് അമേരിക്ക ഉപരോധങ്ങളിൽ ഇളവും നൽകിയിട്ടുണ്ട്. ഒപ്പം ലബണനിലെ ഹിസ്ബുള്ളകളെ ആക്രമിക്കാൻ പാടില്ല എന്ന ഇറാന്റെ തിട്ടൂരവും അമേരിക്ക അംഗീകരിച്ച മട്ടാണ്. ലബണനിലെ ആക്രമണങ്ങൾ നിർത്തിവെക്കാൻ ട്രംപ് നല്ല രീതിയിൽ നെതന്യാഹുവിന് മേൽ സമ്മർദ്ദവും ചെലുത്തുന്നുണ്ട്. ഇസ്രയേലിനെ ഭൂപടത്തിൽ നിന്ന് തന്നെ ഇല്ലാതാക്കുക എന്നത് ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്ന ഈ ഭരണകൂടം, IRGC ഭരണകൂടം, തങ്ങളുടെ ആണവ പദ്ധതികളും ഭീകര സംഘടനകളെയും പൂർണ്ണമായും നിലനിർത്തിക്കൊണ്ടാണ് അമേരിക്കയുമായി ഈ ഒരു കപട സമാധാന നാടകം കളിക്കുന്നത്. പക്ഷേ സ്വന്തം അതിർത്തിയിൽ പതിയിരിക്കുന്ന ഈ ഭീഷണി ഇസ്രയേൽ കൃത്യമായി തന്നെ തിരിച്ചറിയുന്നുണ്ട്. വെറും ആഭ്യന്തര രാഷ്ട്രീയ ലാഭത്തിനും അമേരിക്കൻ എണ്ണ വിപണിയുടെ സുസ്ഥിരതയ്ക്കും വേണ്ടി സ്വന്തം സഖ്യകക്ഷിയായിട്ടുള്ള ഇസ്രയേലിന്റെ സുരക്ഷയെ അമേരിക്ക വിലപേശുകയായിരുന്നു. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഈ കരാർ ഇതിൽ നിന്നുള്ള വെറും തടിയൂരൽ മാത്രമാണ്. എന്നാൽ ഇസ്രയേലിന് ഇത് തങ്ങളുടെ നിലനിൽപ്പിന്റെയും ജീവന്റെയും പ്രശ്നമാണ്. അമേരിക്കയുമായിട്ടുള്ള ഈ വെടിനിർത്തലിന്റെ മറവിൽ ഇറാന്റെ IRGC തങ്ങളുടെ സൈനിക ശേഷിയും ആയുധങ്ങളും വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുമെന്ന് നെതന്യാഹുവിന് നന്നായി അറിയാം. അതുകൊണ്ടാണ് താൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ഇറാൻ ആണവായുധം നിർമ്മിക്കാൻ കഴിയില്ലെന്നും ഈ ഭീഷണി പൂർണ്ണമായി ഇല്ലാതാക്കുന്നത് വരെ ഇസ്രായേലിന്റെ സൈനിക പോരാട്ടം തുടരുമെന്നും അദ്ദേഹം പ്രഖ്യാപിച്ചത്. ലോകത്തിലെ ഏറ്റവും വലിയ സൂപ്പർ പവർ നിർബന്ധിച്ചാൽ പോലും സ്വന്തം രാജ്യത്തിന്റെ സുരക്ഷ പണയം വെക്കാൻ തയ്യാറല്ലാത്ത ഒരു യഥാർത്ഥ ദേശീയവാദിയുടെ ശബ്ദമാണ് നെതന്യാഹുവിൽ നിന്ന് നമ്മൾ കേൾക്കുന്നത്. കടലാസിലെ ഒപ്പുകൾ കൊണ്ട് അമേരിക്കയ്ക്ക് ഇരുട്ടിലെ ഓട്ടയടയ്ക്കാം, പക്ഷേ ഇസ്രായേലിന് രാജ്യസുരക്ഷ വേണമെങ്കിൽ ശത്രുവിന്റെ നെഞ്ചത്തേക്ക് വെടിയുതിർത്തുകൊണ്ട് മാത്രമേ കഴിയൂവെന്ന് ഇസ്രായേൽ അസന്നിഗ്ധമായി തന്നെ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അമേരിക്ക തങ്ങളുടെ സാമ്പത്തിക ലാഭം നോക്കി പിന്മാറുമ്പോൾ സ്വന്തം അസ്തിത്വത്തിനായി ഇറാനെതിരെ, അവരുടെ പ്രോക്സികൾക്കെതിരെയും ഇസ്രായേൽ ഇനി ഒറ്റയ്ക്ക് പോരാടും. മിസ്റ്റർ സിസ്റ്റം